പാലക്കാട് നേരത്തെ തന്നെ ത്രികോണ മത്സരം കൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു. BJP അവിടെ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നത്. ഇത്തവണ അവിടെ നിന്ന് ഒരു MLA ഉണ്ടാകും എന്ന ഒരു അവകാശവാദം BJP നേതൃത്വം നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി ആദ്യഘട്ടങ്ങളിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പാലക്കാട് പക്ഷേ ഇതിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആണ് ചില വിവാദങ്ങൾ ഉയർന്നു പൊങ്ങുന്നത്. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നു എന്ന കോൺഗ്രസ് ആരോപണം ശക്തമായി തുടരുകയാണ്. പണം വിതരണം ചെയ്യുന്നതിൻ്റെ എന്ന് അവകാശപ്പെടുന്ന ചില ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടു. കണ്ണാടി പഞ്ചായത്തിലെ തിരുവാക്കുറിശ്ശിയിലാണ് സംഭവം. ശോഭാ സുരേന്ദ്രനൊപ്പം കാറിലുണ്ടായിരുന്ന സ്ത്രീയാണ് പുറത്തിറങ്ങി 70-കാരിയായ ദേവു എന്ന സ്ത്രീക്ക് പണം നൽകിയത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. വൃദ്ധയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. ആ മരണ വീട്ടിലേക്ക് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും പോയിരുന്നു. തുടർന്നാണ് ഈ തൊട്ടടുത്ത വീട്ടിലേക്ക് വന്നത്. അവിടെയാണ് ഈ വൃദ്ധ മാതാവുമായി കുറച്ചു നേരം സംസാരിച്ചത്. പിന്നീട് വൃദ്ധയുടെ കയ്യിൽ ഒരു സ്ത്രീ പണം നൽകുന്നു എന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ പകർത്തിയവരുമായും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തർക്കിക്കുന്നു എന്നവർ പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ശോഭാ സുരേന്ദ്രനെ അയോഗ്യ ആക്കണം എന്ന് ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും CPMൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ആവശ്യം ഉയർന്നു. ഷാഫി പറമ്പിൽ അത് പ്രധാനമായി ഉന്നയിക്കുകയും ചെയ്തു. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല എന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. BJP പരാജയം സമ്മതിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറയുകയാണ്. ഏതായാലും ഇന്ന് വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. പാലക്കാട് എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആ പ്രതികരണങ്ങൾ ഇന്ന് കാണാം ദി ഇലക്ഷൻ ചാനലിൽ. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. BJP കമ്മീഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഇത് കണ്ണാടിയിൽ ആ ഒരു വീട്ടിൽ മാത്രം നടത്താൻ ശ്രമിച്ച ഒരു എക്സസൈസ് ആയിട്ട് കാണാനും കഴിയില്ല. പലയിടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട്. തെളിവ് സഹിതം ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്യുമെങ്കിലും ചെയ്തത്. പാലക്കാട് മണ്ഡലത്തെ പറ്റി കൃത്യമായി അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ ഈ കണ്ണാടി പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്. ആ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷത്തിന് കാര്യമായ ഒരു പ്രതീക്ഷ അവർ അർപ്പിക്കുന്ന ഒരു പ്രദേശമാണ് കണ്ണാടി. അവിടെയാണ് ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിൽ BJP അവർക്ക് വലിയ മേൽക്കൈയുണ്ട് എന്ന് അവകാശപ്പെടുന്നൊരു സ്ഥലമാണ്. അതേസമയം പ്രായിരി പഞ്ചായത്തിലാണ് UDF വലിയ മേൽക്കൈ അവകാശപ്പെടുന്നത്. ഈ വിവാദം വലിയ തോതിൽ പാലക്കാടിനെ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ആരോപണങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രൻ നിഷേധിക്കുമ്പോഴും പൈസ നൽകിയ സ്ത്രീക്കൊപ്പം ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ചിത്രങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. അത് പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആണ് എന്ന തരത്തിലാണ് അവർ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇത് നേരത്തെ തന്നെ ഇത്തരം നിരവധി വിവാദങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമായിരുന്നു. വാടാനപ്പള്ളിയിൽ സമാനമായ രീതിയിൽ കിറ്റ് വിവാദം തലപൊക്കിയിരുന്നു. അതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കങ്ങൾ നടക്കുന്ന നടൻ ദേവന് ഉൾപ്പെടെ അത് സംബന്ധിച്ച് അവിടെ വിവാദങ്ങളിൽ വരികയും ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ടായിരുന്നു. മറ്റൊന്ന് തൃശ്ശൂരിൽ ഒളരിക്കരയിൽ മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നു എന്ന ഒരു ആരോപണം അവിടെ ഉയർന്നു വന്നിരുന്നു. ആലപ്പുഴയിലും ഈ വോട്ടർമാർക്ക് സാരി നൽകി അവരെ സ്വീകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് ഉള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരിൽ നിന്ന് പണം വാങ്ങിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെട്ടിലായ വിവാദത്തിൽ തുക കൈപ്പറ്റിയ വൃദ്ധ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തി. മരുന്ന് വാങ്ങാൻ താൻ പണം ആവശ്യപ്പെട്ടു എന്ന് വൃദ്ധ പറഞ്ഞു. എന്നാൽ വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയാണെന്നാണ് വൃദ്ധ വിശദീകരിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രതികരണങ്ങൾ കൂടി കാണാം.
4000 ഉണ്ട്. അതല്ല ആ ശോഭ തരാ പറഞ്ഞു. അമ്മ തരാ പറഞ്ഞു. ഓ അല്ല ഒരു പൈസ കയ്യിൽ വെച്ച് കയ്യിലെന്തോ തന്നില്ലേ? അത് വീഡിയോ വന്നിട്ടുണ്ടല്ലോ. തന്നിട്ടില്ല. അത് അവർ കൈ കൊടുത്താണ് കൈ കൊടുത്ത് ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യും. തൊഴുതും ഒക്കെ ചെയ്യും. കാല് കൊടുത്തു നിൽക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് കുട്ടി വേഗം ശരി ഉള്ളിപ്പൊക്കണം. വയ്യാണ്ട് കറക്കണം തന്നെ. ശരി 5 മാസം കറക്കണം. അപ്പൊ പൈസ കിട്ടിയില്ല? അവരോട് അമ്മ പൈസ ചോദിച്ചു അല്ലേ? ഇന്ന് പറഞ്ഞു പിന്നെ വരാന്നാണോ പറഞ്ഞത്? ശരി യെസ്, അതാണ് ആ വൃദ്ധമാതാവിൻ്റെ ഒരു പ്രതികരണം. തനിക്ക് പൈസ കിട്ടിയില്ല എന്നവർ പിന്നീട് പറയുന്നു. ആദ്യഘട്ടത്തിൽ താൻ പൈസ ചോദിച്ചു എന്ന് അവർ പറയുന്നുണ്ട്, പിന്നീട് പൈസ കിട്ടിയില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡും ഇത് സംബന്ധിച്ച് അവിടെ വന്ന് പരിശോധന നടത്തി. അതിൻ്റെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ദൃശ്യങ്ങൾ കണ്ടിരുന്നോ? ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെ നമുക്ക് മെസ്സേജ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫ്ലൈറ്റ് സ്ക്വാഡിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നു. ഇന്നലെയൊക്കെ ഈ മേഖലയിൽ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് സ്ക്വാഡ് പറഞ്ഞ വാഹനങ്ങൾ പരിശോധനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പരിശോധനകളില്ല. ഇങ്ങനെ വന്നാൽ നമ്മൾ നോക്കുന്നില്ലാണ്ട്. ഈ മൊബൈൽ എവിഡൻസ് പ്രധാനമല്ലേ ഇതില്? എനിക്കറിയില്ല, അത് ഞാൻ ഓഫീസിൽ. അല്ല, മുമ്പ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും പരാതികൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? ഇതാണ് അവിടെ ഫ്ലൈയിങ് സ്ക്വാഡ് അധികൃതർ അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് അവരിൽ നിന്ന് ലഭിച്ച ഒരു പ്രതികരണം. ഏതായാലും ഈ വിഷയം 2023 ഭാരതീയ ന്യായ സംഹിത വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, സെക്ഷൻ 170 അധ്യായം 9 ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം ഉള്ളത്. അത് പ്രകാരം ഇങ്ങനെ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ കുറ്റകൃത്യമാണ്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ പ്രതിഫലം നൽകുക, അത് സ്വീകരിക്കുക, ഇതിനെയൊക്കെ കൈക്കൂലി എന്നൊരു നിർവചനത്തിന് കീഴിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അവകാശങ്ങൾ വിനിയോഗിക്കാനോ അല്ലെങ്കിൽ അത് വിനിയോഗിക്കാതിരിക്കാനോ അതിനുവേണ്ടി പ്രേരിപ്പിക്കാനോ ഒക്കെ പ്രതിഫലം നൽകുന്നത് ഈ കൈക്കൂലി എന്ന തരത്തിലാണ് നിയമം അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് നൽകുന്നതോ വാഗ്ദാനം ചെയ്യുന്നതോ സ്വീകരിക്കുന്നതോ ഒക്കെ കുറ്റകൃത്യമായി തന്നെ വരികയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കാൻ ഒക്കെ പ്രേരണയായി പ്രതിഫലം സ്വീകരിക്കുന്നതും അഴിമതിയായി തന്നെയാണ് ഈ നിയമം കണക്കാക്കുന്നത്. വ്യക്തി പ്രവർത്തിക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ BNSന്റെ ഈ സെക്ഷൻ 173 ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇത് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അവകാശങ്ങളെ സ്വാധീനിക്കാൻ കൈക്കൂലി നൽകുകയോ വാങ്ങുകയോ ചെയ്യുന്നവർക്ക് 1 വർഷം വരെയുള്ള തടവാണ് ശിക്ഷയായി പറയുന്നത്. ഇത് ലളിതമായ തടവാകാം, ചില സമയത്ത് ഇത് കഠിനമായ ഒരു തടവായും വരാം. ഇതിനോടൊപ്പം പിഴയും വേണമെങ്കിൽ ഒരു കോടതിക്ക് വിധിക്കാം. പിഴ ഇല്ലാതെയും ഈ ശിക്ഷ നൽകുകയും രണ്ടും കൂടി നൽകുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ 2 കൂടി ചേർന്നത് എന്നതാണ് പ്രധാനമായി വരുന്നത്. ഇതോടൊപ്പം ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രീറ്റോ പാർട്ടിയോ ഒക്കെ നൽകുന്നത് പോലും കൈക്കൂലിയായാണ് കരുതുന്നത്. ഇപ്പോൾ ഭക്ഷണം, പാനീയങ്ങൾ നൽകുക അല്ലെങ്കിൽ എന്തെങ്കിലും വിനോദങ്ങൾക്ക് വ്യവസ്ഥ നൽകുക, അതൊക്കെ തന്നെ ഈ ഒരു ശിക്ഷ ആകർഷിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് എന്നതാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അത്തരം ഈ ഭക്ഷണം നൽകുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയം നൽകുന്നതിനോ ഒക്കെ ഫൈൻ മാത്രമേ ഉള്ളൂ, അതിന് തടവ് ശിക്ഷ പറയുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം അഴിമതികൾ നടത്തുന്നതിന് ഒരു നോൺ കോഗ്നിസിബിൾ കേസ് എന്ന തരത്തിലാണ് ഇത് പരിഗണിക്കുന്നത്. ഇത് ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യവും ആണ്. പഴയ IPCയിലും ഇത് ഉണ്ടായിരുന്നു. അന്ന് 171E ആണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇതിനെ ഒരു കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അതുപോലെ ഈ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റും ഇത് സംബന്ധിച്ചുള്ള ചില നിബന്ധനകൾ വയ്ക്കുന്നുണ്ട്. ആളുകളെ അയോഗ്യരാക്കാം, തെരഞ്ഞെടുപ്പിനെ റദ്ദ് ചെയ്യാനും ഒക്കെ അധികാരം നൽകുന്ന ഒരു അധികാരം കൂടി ഈ വകുപ്പ് അനുസരിച്ച് നമ്മുടെ അധികൃതർക്ക് ഉണ്ട്. ഏതായാലും പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിന് പണം നൽകി എന്ന പരാതിയിൽ ഫ്ലൈയിങ് സ്ക്വാഡ് അന്വേഷണം നടത്തി ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ പറയുന്നത്. തനിക്ക് പണം ലഭിച്ചെന്ന് ദൃശ്യങ്ങളുള്ള ദേവു മൊഴി നൽകി. വിശദമായ
അന്വേഷണത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ പോലീസുകാരും അതുപോലെ നിരീക്ഷകരും ഒക്കെ അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കലക്ടർ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഇത് ഒരു വലിയ വിവാദമായി തന്നെ വരും ദിവസങ്ങളിലും കത്തിപ്പടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.